ജീവിതം നമുക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ തളർന്നു വീഴാനല്ല, മറിച്ച് പുതിയ വഴികൾ വെട്ടിത്തുറക്കുവാനാണ് ശ്രമിക്കേണ്ടതെന്ന് തെളിയിച്ച ഒരു കരുത്തുറ്റ പെൺകരുത്ത്. കോട്ടയത്തെ മേരിലാൻഡിൽ നിന്നും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു വീട്ടമ്മയുടെ കഥയാണിത്. ഇത് കേവലം ഒരു ബിസിനസ് വിജയത്തിന്റെ കഥയല്ല, മറിച്ച് അന്ധതയെ ഇച്ഛാശക്തിയെ കൊണ്ട് തോൽപ്പിച്ച, പരിമിതികളെ സാധ്യതകളാക്കി മാറ്റിയ ജാസ്മിൻ അജി എന്ന അമ്മയുടെ അതിജീവനത്തിന്റെ കഥയാണ്. സാധാരണ ഏതൊരു പെൺകുട്ടിയും പോലെ ഇക്കണോമിക്സിൽ ബിരുദം നേടി സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ബ്യൂട്ടീഷ്യൻ കോഴ്സും തയ്യലും പഠിച്ച ജാസ്മിൻ, എന്നാൽ വിധി കാത്തുവെച്ചത് കടുത്ത പരീക്ഷണങ്ങളായിരുന്നു. തന്റെ ആദ്യ കൺമണി അഖിലിനെ സെറിബ്രൽ പൾസി ആണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അമ്മയുടെ ഉള്ളുലഞ്ഞു. മകന്റെ ചികിത്സയ്ക്കായി ആശുപത്രികൾ തോറും അലഞ്ഞു. പക്ഷേ പരീക്ഷണങ്ങൾ അവിടെയും തീർന്നില്ല. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന രോഗം ജാസ്മിന്റെ കാഴ്ചയെ പതുക്കെ കവർന്നെടുക്കുവാൻ തുടങ്ങി. ഭാവിയിൽ താൻ പൂർണ്ണമായും അന്ധതയിലേക്ക് വഴുതി വീഴുമെന്ന് ഉറപ്പായ നിമിഷം ജാസ്മിൻ കരഞ്ഞു തീർക്കാനല്ല തീരുമാനിച്ചത്, മറിച്ച് കാഴ്ചയില്ലാത്ത ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാനാണ് അവർ ശ്രമിച്ചത്. കാഴ്ച പോകുന്നതിന് മുമ്പേ കണ്ണുകെട്ടി ജോലി ചെയ്ത് അവർ സ്വയം പരിശീലിച്ചു. വരാനിരിക്കുന്ന ഇരുട്ടിനെ നേരിടുവാൻ അവർ വെളിച്ചമുള്ളപ്പോഴേ തയ്യാറെടുത്തു. തളരാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സ് ജാസ്മിനെ ഒരു സംരംഭയാക്കി. അപ്പുവിൻ്റെ പേരിൽ അപ്പൂസ് ഫുഡ്സ് എന്ന ബ്രാൻഡ് പിറന്നു. തൻ്റെ അമ്മ പകർന്നു നൽകിയ പഴയ നെയ്യപ്പത്തിൻ്റെ രുചിക്കൂട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തി അവർ അപ്പങ്ങൾ ചുട്ടു തുടങ്ങി. ഭർത്താവ് അജിയുടെ കടയിൽ വിൽക്കാൻ വെച്ച ആ അപ്പങ്ങൾ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കി. ഇന്ന് ജാസ്മിന് കാഴ്ചയില്ല, പക്ഷേ ആ കൈപ്പുണ്യത്തിന് ഒരു കുറവുമില്ല. അപ്പത്തിനുള്ള മാവ് കുഴയ്ക്കുന്നതും പാകം ചെയ്യുന്നതും ഇന്നും ജാസ്മിൻ തന്നെയാണ്. ഭരണങ്ങാനം പള്ളിയിലെയും മലബാറിലെ വിവിധ രൂപതകളിലെയും പ്രധാന നേർച്ചയപ്പം ഇന്ന് അപ്പൂസ് ഫുഡിൻ്റേതാണ്. കഴിഞ്ഞ അൽഫോൻസാമയുടെ തിരുനാളിൽ മാത്രം 7 ലക്ഷം അപ്പങ്ങളാണ് ഈ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ലക്ഷങ്ങളുടെ വിറ്റുവരവുള്ള സംരംഭകയിലേക്കുള്ള ദൂരം ജാസ്മിൻ അളന്നത് തൻ്റെ അധ്വാനം കൊണ്ടാണ്. കഴിഞ്ഞ വർഷം മാത്രം 75 ലക്ഷം രൂപയുടെ കച്ചവടം താൻ വളരുന്നതിനൊപ്പം മറ്റ് 30ഓളം വീട്ടമ്മമാർക്ക് തൊഴിൽ നൽകുവാനും അവർക്ക് കഴിഞ്ഞു. ഈ പോരാട്ട വീര്യത്തിനുള്ള അംഗീകാരമാണ് 2026 കൈരളി ജ്വാല അവാർഡ്. മെഗാസ്റ്റാർ മമ്മൂട്ടി നൽകുന്ന ഈ പ്രത്യേക പുരസ്കാരം ജാസ്മിൻ എന്ന വ്യക്തിക്കുള്ളതല്ല, മറിച്ച് തളർന്നു പോകുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്കുള്ള പ്രകാശമാണ്. കാഴ്ചയില്ലാത്തവരല്ല, മറിച്ച് ലക്ഷ്യബോധമില്ലാത്തവരാണ് യഥാർത്ഥ അന്ധർ എന്ന് ജാസ്മിൻ നമുക്ക് കാണിച്ചു തരുന്നു.